ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ തേർഡ് ഡേ ആണ്. ഞാൻ ഫുഡിലാണ് ഇന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതായത് ഞാൻ ചായ കോഫിയൊക്കെ കുടിക്കുമ്പം പഞ്ചസാര ഇടുമായിരുന്നു. അത് ഞാൻ പൂർണ്ണമായിട്ടിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷേക്കിൽ അല്ലെങ്കിൽ ജ്യൂസിലൊന്നും തന്നെ പഞ്ചസാര ഇടത്തില്ല. അത് പുറത്തുനിന്ന് പോയി കഴിച്ചാൽ പോലും ഇപ്പോൾ ജ്യൂസിലൊക്കെ വിത്തൗട്ട് ഷുഗർ തന്നെ പറഞ്ഞ് മേടിക്കത്തുള്ളൂ. പിന്നെ ഫുഡിൽ കൂടുതൽ വെജിറ്റബിളും ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും പ്രോട്ടീൻ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ക്രേവിങ്സ് ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും. അത് എല്ലാവരും പറയുന്നതല്ല, അത് സത്യമാണ്. അത് നമ്മൾ കഴിക്കുമ്പം തന്നെ നമുക്ക് ആ ഫീൽ ചെയ്യും. ഇപ്പോൾ രാവിലെ ഞാൻ മുട്ട കഴിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ ക്രേവിങ്സ് തോന്നാറില്ല. ചില ദിവസം ഞാൻ രാവിലെ മുട്ട കഴിക്കാൻ മിസ്സായി പോയാൽ എനിക്ക് തോന്നും, അത് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എന്തോ വിശക്കുന്ന ഒരു ഫീൽ തോന്നും. അതായത് പ്രോട്ടീൻ നമ്മൾ കൂടുതൽ നമ്മൾ ഡയറ്റ് തുടങ്ങുമ്പോൾ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ വരുത്തിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഈ എണ്ണ നെയ്യ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഞാൻ എടുക്കും. അതായത് നമ്മളിപ്പോൾ പാത്രത്തിൽ ഡയറക്റ്റായിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ആ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് എണ്ണ ഒഴിക്കുമ്പോൾ അളവ് കൂടിപ്പോവും. അതേസമയം നമ്മൾ സ്പൂൺ എടുത്ത് എണ്ണ അളന്നൊഴിക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയുടെ അളവൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തേങ്ങയുടെ അളവ് ഞാൻ നന്നായിട്ട് നിയന്ത്രിക്കും. അതായത് ഇപ്പം അവിയൽ തോരനൊക്കെ എനിക്ക് ഒരു പിടി തേങ്ങ ഇടണമെന്ന് തോന്നിയാൽ ഞാൻ അതിൻ്റെ പകുതി തേങ്ങ ഇടത്തുള്ളൂ. അതേപോലെ ഈ കടലക്കറി ഗ്രീൻ പീസ് കറിയിലൊക്കെ ഞാനിപ്പം തേങ്ങ ഇടത്തില്ല. അതിന് പകരം ഈ കടലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ കടല അരച്ച് ചേർക്കും. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ളത് ഈ പാക്കറ്റ് ജ്യൂസസ് ആണ്. അതുപോലെ തന്നെ ഈ 7up പെപ്സി അതുപോലെയുള്ള കോള ഐറ്റംസും, പിന്നെ ഈ ഐസ്ക്രീം. പണ്ട് ഈ മോളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ഓഫറൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഈ 1 ലിറ്ററിൻ്റെ ഒക്കെ മേടിക്കുകയായിരുന്നു. അതിപ്പോൾ മേടിക്കത്തില്ല. അതിന് പകരം ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ടൊക്കെ മേടിക്കത്തുള്ളൂ. യോഗട്ടിലും പഞ്ചസാരയുടെ അളവുണ്ട്, എന്നാലും ബെറ്റർ ഓപ്ഷൻ എന്ന നിലയ്ക്കായിരിക്കും അത് മേടിക്കുന്നത്. ഞാൻ വീട്ടിൽ സ്നാക്സ് ഉണ്ടാക്കുന്നത് കുഞ്ഞു മക്കൾ വീട്ടിലുള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അവർ പാം ഓയിലോ അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ടുള്ള എണ്ണയിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതിനേക്കാളും ബെറ്റർ വീട്ടിലുണ്ടാക്കുന്നതല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്ന് കരുതി ഇതെല്ലാം ഞാൻ കഴിക്കും എന്നൊരർത്ഥവും ഇല്ല. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ചിലപ്പോൾ നമുക്ക് കൊതി വരുമ്പോൾ ഒരു പീസോ അല്ലെങ്കിൽ കുറച്ചൊക്കെ എടുത്ത് കഴിക്കും. പിന്നെ നമ്മൾ ആ മൈൻഡ് സെറ്റിലോട്ട് എത്തും. എനിക്ക് വേണ്ട എന്നൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിക്കോളും. അത് നമ്മൾ ആരും നിർബന്ധിക്കണമല്ല. നമുക്ക് സ്വയം അത് കുറച്ച് ദിവസം നമ്മളിത് കൺട്രോൾ ചെയ്തൊക്കെ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക് എത്തും. അതാണ് നമ്മളെ ഡയറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്നിട്ട് വേണ്ടാന്ന് പറയുന്നതും നമുക്ക് വേണ്ട എന്ന് തോന്നി കഴിക്കാതിരിക്കുന്നതും തമ്മിലും വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ സ്ലോലി ചെറിയ മാറ്റങ്ങൾ വരുത്തി തുടങ്ങാം. അപ്പോൾ ശരി, നാളെ